ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ജെനറ്റിക്സ് 1 എന്ന ചാപ്റ്റർ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. ബോർഡ് എക്സാമിനും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ജെനറ്റിക്സ് 1. അപ്പോൾ ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടാണ് മിസ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇന്ന് എത്തിയിരിക്കുക. എല്ലാവരും റെഡിയാണോ? റെഡി? ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിനെ ഒന്ന് റിവൈസ് ചെയ്യാം. അതേപോലെ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് വേ ഓഫ് ക്വസ്റ്റ്യനിങ്, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനിലും എന്തൊക്കെ തരത്തിലുള്ള ആൻസേഴ്സ് ആണ് ചെയ്യേണ്ടത്. നമുക്കറിയാം ബയോളജിയെ സംബന്ധിച്ച് ഫുൾ സ്കോർ എന്ന് പറയുമ്പോൾ നന്നായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ സ്കോർ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ പോയിന്റ്സും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഒരു ഒബ്ജക്റ്റീവ് വേയിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സബ്ജക്റ്റീവ് നല്ല സ്കോർ ആയിരിക്കും. ആർ യു റെഡി? ഓക്കെടാ, ശരി. ആൻഡ് വാട്ട് അബൌട്ട് ദ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in a cross between true breeding red flowered RR and true breeding white flowered small r plants, the F1 capital R small r was pink colored. See, അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് റെഡ് ഫ്ലവർ ആയിട്ടുള്ള പൂവും അതേപോലെ വൈറ്റ് ഫ്ലവേർഡും ക്രോസ് ചെയ്തപ്പോൾ പിങ്ക് കിട്ടി എന്ന് പറയുമ്പോൾ എന്താണ് ആ ക്രോസ്? വി നോ ദാറ്റ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അല്ലേ? അപ്പോൾ വാട്ട് ഇസ് നെയിം ദ ഇൻഹെറിറ്റൻസ് പാറ്റേൺ മെൻഷൻ ഹിയർ ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. സി, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്തുവാടാ? മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ അല്ല, പിന്നെ എന്തുവാ? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ്. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് അല്ലേ? നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നോൺ മെൻഡേലിയൻ ഏതൊക്കെയുണ്ട്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ട്, കോ ഡോമിനൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ അല്ലീൽസ് ഉണ്ട്, പ്ലിയോട്രോപ്പിസം ആൻഡ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആർ ദ different non-Mendelian inheritance. Makle, which are the different non-Mendelian inheritance? Incomplete dominance, codominance, multiple alleles, pleiotropism, polygenic inheritance are the different non-Mendelian inheritance. അപ്പോൾ ഈ നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് റെഡ് ഫ്ലവർ ക്രോസ് വിത്ത് വൈറ്റ്. അപ്പോൾ എന്ത് കിട്ടും? വാട്ട് ഇസ് ഗാമേറ്റ്? ഇവിടെ ഒരു ഗ്യാമേറ്റ് ക്യാപിറ്റൽ ആർ, ഇവിടെ ഗ്യാമേറ്റ് സ്മോൾ ആർ, റൈറ്റ്? അപ്പോൾ ക്രോസ് F1 ഫസ്റ്റ് കുഞ്ഞുങ്ങൾ ഫീലിയൽ എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുന്ന പിങ്ക് ആയിരിക്കും. പിങ്ക് രണ്ട് പേരിൻ്റെയും സ്വഭാവം കാണിക്കുന്നില്ല. അപ്പോൾ വാട്ട് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? ഇഫ് F1 ഹാസ് എ ഫീനോടൈപ്പ്, വാട്ട് ഈസ് F1? Filial, progeny 1. If F1 has a phenotype that does not resemble either of the parent, that is in between two parents, is called incomplete dominance. Incomplete dominance-ന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കണ്ടത്. അതിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. മെൻഷൻ എ പ്ലാന്റ് വിച്ച് ഷോസ് ദിസ് ഇൻഹെറിറ്റൻസ്. അതിന് ഹാഫ് മാർക്കാണ്. വാട്ട്സ് എ പ്ലാന്റ്? വാട്ട്സ് ദ നെയിം ഓഫ് ദ പ്ലാന്റ്? യു നോ ദാറ്റ് ഡോഗ് ഫ്ലവർ or snapdragon, right? Dog flower or snapdragon, or and a scientific name Antirrhinum majus. And one more, that is 4 o'clock plant. That is Mirabilis gelapa. An example for incomplete dominance. Okay da? Incomplete dominance an example പഠിച്ചോ? അത് ചോദിക്കുക. അത് തന്നെ അങ്ങനെ ചോദിക്കുക. ഡോഗ് ഫ്ലവർ ഓർ സ്നാപ് ഡ്രാഗൺ ഓർ ആന്റിറൈനം മജസ് ആൻഡ് 4 o'clock plant മിറാബിലിസ് ജലാപ്പ. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കിയേ. F1 has self-pollinated and F2 was obtained. What is the genotypic and phenotypic ratio of F2? വീണ്ടും അതിൻ്റെ സെൽഫിംഗ് നടത്തണം. സെൽഫിംഗ് ഓഫ് F1, റൈറ്റ്? സെൽഫിംഗ് ഓഫ് F1 സെൽഫ് ചെയ്യണം. F1 സെൽഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്?
Capital R, small r is the pink into capital R, small r, right? അപ്പോൾ അവിടെ എങ്ങനെയാണ് capital R, small r, right? Capital R, small r, right? Into. What's the cross? അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? That is F2, right? F2. Capital R, small r, capital R, small r. Capital R is red. Capital R, small r is pink. Capital R, small r is pink. Clear or no? Small r is white. What's about the answer, makle? Which are the phenotypes? Look. Phenotypes are look, morphology. Phenotypes are red, pink, white. Red, pink, white. What's the ratio? Red is 1, pink is 2, white is 1. 1:2:1. What about the genotypes? Genotypes എങ്ങനെയൊക്കെയാ പറഞ്ഞേ? Capital R, small r. Capital R എത്തണം 1, capital R, small r എത്തണം 2, small r എത്തണം 1. 1:2:1 is the phenotypic and genotypic ratio of incomplete dominance. ഇത് പല തവണ പല രീതിയിൽ ഈ കോൺസെപ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മക്കളെ. സോ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. പല കോൺസെപ്റ്റിൽ ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ഹു ഒബ്സർവ്ഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ കാൾ കോറൻസ്. നിങ്ങൾക്കറിയാമോ കാൾ കോറൻസിനെ മെൻഡൽസ് വർ റീഡിസ്കവേർഡ് ബൈ ഹ്യൂഗോ ഡി വ്രിസ്, കാൾ കോറൻസ് ആൻഡ് വോൺ ടെഷ്മാർക്ക് ഇൻ 1900. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങ് നേരെ കമൻറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നോ ഡിഫൈൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഒന്നും അല്ല ബയോളജി എക്സാമിന് ചോദിക്കുക. ഇതേ പാറ്റേൺ തന്നെയാണ്, ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വൈസ് ആണ് നമുക്ക് എൻട്രൻസിന് നീറ്റിന് നമുക്ക് സഹായിക്കുന്നത്. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് ആൻഡ് ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ്, F1 was pink colored. Name the inheritance pattern mentioned here is incomplete dominance. F1 was self-pollinated and F2 was obtained. What is the genotypic ratio and phenotypic ratio of F2? 1:2:1 നമ്മൾ കണ്ടു. And mention the plant which shows its inheritance. നമ്മൾ കണ്ടു Mirabilis, Gelapa and Angiranum matches. മക്കളെ ഓക്കെ, ഒരു ക്വസ്റ്റ്യനിലൂടെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം, ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ, തറവാണോ? റെഡി? ഓക്കെ. And what about the next question? T.H. Morgan, Thomas Hunt Morgan carried out several dihybrid crosses in Drosophila. You know, what is the scientific name of Drosophila? You know that Drosophila melanogaster. Drosophila melanogaster, right? Drosophila melanogaster. It's a fruit fly, right? Fruit fly. What's the chromosome number of fruit fly? Fruit fly chromosome number 2 is equal to 8. 8. Okay, can you say what's the scientific name of housefly? That we can say in the first year, that is Musca domestica. Okay. Above, what's the chromosome number of housefly? That is 12. Here it is 8. Okay. Several dihybrid crosses in Drosophila. Drosophila different dihybrid crosses nadatti. Mention 2 reasons for selecting Drosophila as an experimental organism. You know many different reasons, right? Which are the different reasons why he selected Drosophila? Easy to culture in lab, right? Lab സിന്തറ്റിക് മീഡിയത്തിൽ കൾച്ചർ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ, എളുപ്പമാണ്. ആൻഡ് ലൈഫ് സ്പാൻ അബൌട്ട് 2 weeks. ലൈഫ് സ്പാൻ വളരെ കുറവാണ്, അബൌട്ട് 2 weeks. ആൻഡ് സിംഗിൾ മേറ്റിംഗ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ് പ്രൊഡ്യൂസ് ബൈ സിംഗിൾ മേറ്റിംഗ്. ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ ഈസിലി ഡിസ്റ്റിങ്യൂഷ്. And hereditary variation can observe under low power microscope. Hereditary variation can observe under low power microscope. Therefore, Morgan selected Drosophila for his experiment. Drosophila he selected. Easy to culture in synthetic media, lifespan about 2 weeks, single mating produce large number of progenies, male and female can easily distinguish, hereditary variation can observe under low power microscope. Therefore, he selected Drosophila as his experimental material. Okay?
And which are the characters of Drosophila studied by Morgan? Which are the characters of Drosophila studied by Morgan? ഏതൊക്കെ സ്വഭാവമാണ് പഠിച്ചത്? Body color. Which are the characters studied? Body color, right? Then eye color, right? Then wing size. Body color, eye color, wing size are the characters of Drosophila studied by Morgan. Body color ഏതൊക്കെ? Yellow body and brown, right? Yellow and brown, right? Brown is wild. Eye color, white and red. Red is wild. And wing size, miniature and large. Large is wild. These characters located on which chromosome? On X chromosome of Drosophila, right? On X chromosome of Drosophila, right? X chromosome of Drosophila. Like male and female, like human pole, XX female and XY male ആണ് Drosophila. Okay ആണോ? Therefore, T.H. Morgan carried out dihybrid crosses in Drosophila because of these reasons, and different points also collected with the Drosophila നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു. വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ, Drosophila കുറിച്ച് കൂടുതൽ പോയിന്റ്സ്, ബോഡി കളർ, ഐ കളർ, വിങ് സൈസ്, അതേപോലെ തന്നെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ എവിടെയാണ് ഈ ക്യാരക്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതൊക്കെ എക്സാമിന് ചോദിക്കും. ആർ യു ഓക്കെ? എളുപ്പമായോടാ? സെറ്റാണോ? ഓക്കെ. And what about next? If a father is with O blood group and mother is with B blood group, father is with O blood group and mother is with B blood group. Write the possible blood groups of their children. നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്ന ഏത് ഏരിയ ആയിട്ടാണ്? മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയുമ്പോൾ എന്താണ് മൾട്ടിപ്പിൾ അല്ലീൽസ്? എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഓർ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്. ABO blood group or human blood group is an example for multiple allele, right? ABO blood group or human blood group is an example for multiple allele. ABO blood group എന്ന് പറയുമ്പോൾ consists IA, IB and small I are the alleles. Which are the alleles in ABO blood group? IA, IB and small I. More than 2 alleles governing a single character is called multiple alleles. More than 2 alleles, IA, IB and small I. More than 2 alleles governing a single character is called multiple allele. Multiple allele എന്ന് പറഞ്ഞാൽ ABO blood grouping system. അതിൽ ഏതൊക്കെ blood group ഉണ്ട്? A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്, right? Which are the different types of phenotypes or blood group? A, B, AB and O are the phenotypes. That is 4 types of phenotypes or blood groups in ABO blood group. And A ക്ക് ഏതൊക്കെ genotype വരാം? IA, right? Then IA small I, right? 2 types. Then B ക്ക് ഏതൊക്കെ വരാം? അപ്പോൾ പറഞ്ഞേടാ. IB and വീണ്ടും IB small I. Clear? Okay. And what about AB ക്ക് എന്നാ വരും? പറയാമോ? AB ക്ക് ഏതായിരിക്കും? IA, IB, right? IA, IB വന്നപ്പോൾ തന്നെ എയും ബിയും എക്സ്പ്രസ് ചെയ്തു. അങ്ങനെ IA, IB വരുമ്പോൾ എയും ബിയും എക്സ്പ്രസ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? കോഡോമിനൻസ് ആണത്. കോഡോമിനൻസിന് ഒരു എക്സാമ്പിൾ ആണത്. കോഡോമിനൻസിന് എക്സാമ്പിൾ ആണ്, റൈറ്റ്? പിന്നെ O എന്ന് പറയുന്നത് എന്തായിരിക്കും? O എന്താ? O is small I. Clear? അപ്പൊ ഏതൊക്കെ ജീനോടൈപ്പ് ഉണ്ട്? എക്ക് IA സ്മോൾ ഐ, ബിക്ക് IB സ്മോൾ ഐ, എ ബിക്ക് IB, ഒക്ക് സ്മോൾ ഐ. എത്ര ജീനോടൈപ്പ്? 1, 2, 3, 4, 5, 6 genotypes. And how many phenotypes? 6 genotypes for blood group and 4 phenotypes for blood group. Which are the 4 phenotypes? A, B, AB and O. Which are the genotypes? IA small I, IB small I, IB small I are the genotypes. Okay? അങ്ങനെ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അലീൽസ് ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അകത്ത് കോഡോമിനൻസ് ഉണ്ട്. അപ്പോൾ കോഡോമിനൻസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയാൻ തെറ്റില്ല, കാരണം ബ്ലഡ് ഗ്രൂപ്പിൽ AB അങ്ങനെ സ്പെസിഫിക് ആയിട്ട്. പിന്നെ IA സ്മോൾ I വരുമ്പോൾ ഡോമിനൻസ് വരുന്നില്ലേടാ? IA സ്മോൾ I വരുമ്പോൾ ഡോമിനൻസ് വരുന്നില്ലേ? IA സ്മോൾ ഐയിൽ IA ഈസ് ഡോമിനേറ്റ് ഓർ സ്മോൾ I, therefore blood group is A. IB സ്മോൾ ഐയിലും ഡോമിനൻസ് വരുന്നില്ലേ? അപ്പോൾ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ ഏതൊക്കെ എക്സാമ്പിൾ വരുന്നുണ്ട്? മൾട്ടിപ്പിൾ അല്ലീൽസ്, കോഡോമിനൻസ്, ഡോമിനൻസ് എന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ
ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്ത് പോയപ്പോൾ അത് മൾട്ടിപ്പിൾ അലീൽസ് ആണെന്ന് എടുത്ത് ABO ബ്ലഡ് ഗ്രൂപ്പിനെയും കോഡോമിനൻസിനെയും ഡോമിനൻസിനെയും ഒന്ന് കൺഫേം ചെയ്യുകയായിരുന്നു. ഓക്കെ, വാട്ട് ഈസ് കോഡോമിനൻസ്? ഒരു രണ്ട് അല്ലീൽസ് ഉണ്ട്, IA, IB, രണ്ടും equally dominance or expressed is called codominance. IA or IB are equally dominant or expressed, therefore blood group is AB, right? And why it is known as multiple allele? ABO blood ഗ്രൂപ്പിൽ രണ്ടിൽ കൂടുതൽ അല്ലീൽസ് ഉണ്ട്, IA, IB, small I. See, നമ്മുടെ മെന്റൽ പഠിച്ച സ്വഭാവങ്ങൾ ഏതൊക്കെയാ? മെന്റലിന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ഏതാ? പറഞ്ഞേ, വിച്ച് ഈസ് ദ മെന്റൽ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ? മക്കളെ പറഞ്ഞേടാ. യെസ്, ദാറ്റ് ഈസ് ഗാർഡൻ ബി, പിസം സത്യവം. ഗാർഡൻ ബി ഓർ പിസം സത്യവമാണ് അല്ലേ. അതിൽ ഏതൊക്കെയാണുള്ളത് സ്വഭാവം? സ്റ്റെം ഹൈറ്റ്, ഫ്ലവർ കളർ, ഫ്ലവർ പൊസിഷൻ, സീഡ് ഷേപ്പ്, സീഡ് കളർ, പോട്ട് ഷേപ്പ്, പോട്ട് കളർ, 7 ക്യാരക്ടേഴ്സ് ആൻഡ് 14 ട്രേറ്റ്സ്. സ്റ്റെം ഹൈറ്റ് ഏതൊക്കെ? ടോൾ ആൻഡ് ഡ്വാർഫ്. ഫ്ലവർ കളർ ഏതൊക്കെ? വയലറ്റ് ആൻഡ് വൈറ്റ്. ഫ്ലവർ പൊസിഷൻ ഏതൊക്കെ? ആക്സിൽ ആൻഡ് ടെർമിനൽ. ഫ്ലവർ ഷേപ്പ്, സീഡ് ഷേപ്പ് ഏതൊക്കെ? റൗണ്ട് ആൻഡ് റിങ്കിൾ. സീഡ് കളർ ഏതൊക്കെ? യെല്ലോ ആൻഡ് ഗ്രീൻ. സീഡ് പോട്ട് ഷേപ്പ് ഏതൊക്കെ? ഇൻഫ്ലേറ്റഡ് ഓർ ഫുൾ ആൻഡ് കൺസ്ട്രിക്റ്റഡ്. ദെൻ പോട്ട് കളർ, ഗ്രീൻ ആൻഡ് യെല്ലോ. ദീസ് ആർ ദ ഡിഫറെന്റ് ട്രേറ്റ്സ്, 14 ട്രേറ്റ്സ് ആൻഡ് 7 ക്യാരക്ടേഴ്സ്. അവിടെ സ്റ്റെം ഹൈറ്റിന് ക്യാപിറ്റൽ ഡി സ്മോൾ ടി എന്ന 2 അല്ലീൽസേ ഉള്ളൂ. അല്ലീൽസ് എന്താ? വേരിയബിൾ ഫോം ഓഫ് ജീൻ. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിന് 2ൽ കൂടുതൽ അല്ലീൽസ് ഉണ്ട്. ഏതൊക്കെയാണ് 2ൽ കൂടുതൽ അല്ലീൽസ്? IA, IB, small I. 2ൽ കൂടുതൽ അല്ലീൽസ് ഒരു സ്വഭാവം ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് മൾട്ടിപ്പിൾ അല്ലീൽസ്. മൾട്ടിപ്പിൾ അല്ലീൽസ്. ആർ യു ഓക്കെ? ഓക്കേടാ? അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഏറ്റവും മിടുക്കരായിട്ട് പഠിച്ച് ഫുൾ അടിക്കണം കേട്ടോ. സി, if a father with O blood group and mother is with B blood group, write the possible blood groups of their children. Father with O എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കാം? സ്മോൾ ഐ റൈറ്റ്. മദർ വിത്ത് ബിക്ക് നമുക്ക് ഏറ്റവും ഹെട്രോസൈഗസ് കൊടുക്കുക. അപ്പം നമുക്ക് കൂടുതൽ പോസിബിലിറ്റി ഓഫ് ആൻസറിലേക്ക് വരും. IB, സ്മോൾ ഐ. അപ്പം ചിൽഡ്രൻ എന്തൊക്കെ വരാം? ഇവിടെ സ്മോൾ ഐ ഇസ് എ ഗ്യാമീറ്റ്, ഇവിടെ IB വരും, സ്മോൾ ഐ വരും. ഇപ്പം ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്താൽ IB, സ്മോൾ ഐ, ദെൻ സ്മോൾ ഐ. ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് വരും? ബിയും ഓയും. വിച്ച് ആർ ദ ബ്ലഡ് ഗ്രൂപ്പ്? B and O are the blood groups of their children, right? O എന്ന് പറഞ്ഞാൽ സ്മോൾ ഐ ഉള്ളൂ. B എന്ന് പറയുമ്പോൾ നമുക്ക് IB കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ B മാത്രമേ വരുള്ളൂ. അപ്പം IB, സ്മോൾ ഐ. അപ്പോൾ പോസിബിലിറ്റി കൂടുതലുള്ള നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്? IB, സ്മോൾ ഐ വരുമ്പോൾ എങ്ങനെ വരും? IB, സ്മോൾ ഐ വരുമ്പോൾ നമ്മൾക്ക് ഹെട്രോസൈഗസ് ആയിട്ട് I വരുന്നുണ്ട്. അപ്പോൾ ഓയും വരാം. ഏറ്റവും കൂടുതൽ സാധ്യത ഈ രണ്ടുമാണ് അല്ലേ, നമ്മൾ ഹെട്രോസൈഗസ് ഇട്ട് മാക്സിമം ചെയ്താൽ. അപ്പം O ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു ഫാദറിന് B ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു കുഞ്ഞുണ്ടാവും. ഇഫ് മദർ ഈസ് B, ഇഫ് മദർ B ആണെങ്കിൽ ഫാദർ O ആണെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവാം. ഓക്കെ, അത് തന്നെ A ബ്ലഡ് ഗ്രൂപ്പിന് ഇത് ബാധകമാണ്. ഇപ്പം A ബ്ലഡ് ഗ്രൂപ്പുള്ള മദർ, O ബ്ലഡ് ഗ്രൂപ്പുള്ള ഫാദർ ആണെങ്കിലും അവർക്കും Aയും Oയും കുട്ടികളുണ്ടാവാം. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നിങ്ങളെ തോട്ട്സ് വരുത്തി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതേ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സബ്ജക്റ്റീവിൻ്റെ അതേ ക്വസ്റ്റ്യൻ ആണ്. ഒരു നാണയത്തിന് ഇരുവശം പോലെയാണ് ബയോളജിയുടെ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നീറ്റിന് ഏറ്റവും പ്രയോറിറ്റി ബയോളജിയാണ്. 360 മാർക്സ് ആണ്. നമുക്കിവിടെ ബോർഡ് എക്സാമിന് 70 മാർക്സ് തിയറി ആൻഡ് 30 മാർക്സ് പ്രാക്ടിക്കൽസ്. അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ 60 തിയറി 40 പ്രാക്ടിക്കൽസ് വരുമ്പോൾ 100 മാർക്സ് ആണ് ടോട്ടൽ. 100 മാർക്സ്, പക്ഷേ ഇവിടെ 360. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി ഏറ്റവും മിടുക്കലായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ്? ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ഷോവിങ് മെൻഡൽസ് എക്സ്പെരിമെന്റ് യൂസിങ് പീ പ്ലാന്റ്സ്. മെൻഡലിലെ എക്സ്പെരിമെന്റ് പീ പ്ലാന്റ്സിന്റെ പടം ഒന്ന് നോക്കിയേ. പേരന്റ് ടോള്, ഡ്വാർഫ്. F1 ടോള് എല്ലാം ടോള്. F2 ടോള് ഡ്വാർഫ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ മനസ്സിലായി. വാട്ട് ഈസ് ദ ക്രോസ്? ഐഡന്റിഫൈ ദ ക്രോസ്. യു നോ ദാറ്റ് മോണോഹൈബ്രിഡ് ക്രോസ്. വാട്ട്സ് എ ക്രോസ്? മോണോഹൈബ്രിഡ്. വാട്ട്സ് എ ക്രോസ്? മോണോഹൈബ്രിഡ് ക്രോസ്. Okay, what do you mean by monohybrid cross? While crossing considered only one character considered, right? Which character is one character? Stem height. What's the character considered? Stem height is the character considered during monohybrid cross. Which character considered? Stem height is the character considered during monohybrid cross. Monohybrid cross inde endana makkale? Stem height. How many traits considered?
Tall and dwarf are the traits considered during monohybrid cross. Which are the traits? Tall and dwarf are the traits considered during monohybrid cross. അപ്പോൾ ഇവിടെ മോണോഹൈബ്രിഡ് ക്രോസ് ആണ് ഒന്നാമത്തെ ആൻസർ. ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ഒരു മാർക്ക് കിട്ടി. ആ ക്രോസ് എന്നാ നമുക്ക് നോക്കിയാലോ, ഇത് തന്നെ. ടോൾ ക്യാപിറ്റൽ ടി ജീനോടൈപ്പ് ആൻഡ് സ്മോൾ ടി ജീനോടൈപ്പ്, ഗാമീറ്റ് ക്യാപിറ്റൽ ടി ആൻഡ് ഹിയർ ഇറ്റ് ഈസ് സ്മോൾ ടി ആൻഡ് F1 ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, റൈറ്റ്? സെൽഫിംഗ് ഓഫ് F1, റൈറ്റ്? സെൽഫിംഗ് ഓഫ് F1 മക്കളെ എന്തൊക്കെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി, റൈറ്റ്? Here gamete capital T small t into capital T small t, right? നമുക്കറിയാം what's answer? Capital T capital T small t capital T small t, right? Capital T എന്താണ്? Tall. Capital T small t എന്താണ്? Tall. അല്ലേ? Capital T small t എന്താണ്? Tall. Small t എന്താണ്? Dwarf. Right? അതാണ് ഇവിടെ 3:1, right? 3:1 is the phenotypic ratio is 3:1. What's the phenotypic ratio? 3:1 is the phenotypic ratio, and genotypic ratio is 1:2:1. That is monohybrid cross. 3:1 is the phenotypic ratio and 1:2:1 is the genotypic ratio of monohybrid cross, right? And what are the laws proposed by Mendel based on this observation? Based on monohybrid cross, Mendel proposed two laws. Based on monohybrid cross, Mendel proposed two laws. Which are the two laws? On the law of dominance. Which are the two laws proposed by Mendel based on monohybrid cross? On the law of dominance. What is law of dominance? Characters controlled by discrete unit called factors. Factors occur in pairs. In a dissimilar pair of factors, one dominate over the other. In a dissimilar pair of factors, one dominate over the other. That is law of dominance. Factors occur in pair. Characters controlled by discrete unit called factors. Factors occur in pairs. In a dissimilar pair of factors, one dominates over the other is called law of dominance, right? What about law of dominance? Characters controlled by discrete unit called factors. Factors occur in pairs. In a dissimilar pair of factors, one dominates over the other is called law of dominance. Clear aanoda? Law of dominance. Padikkanam ketto. And second law is law of segregation. Law of segregation, also called law of purity of gametes. Law of purity of gametes. This law is universally accepted law. കാരണം ഇതുവരെ ഇതിനെ പൊളിക്കാൻ പറ്റിട്ടില്ല. Which law is universally accepted law? Law of segregation. Universally accepted law is law of segregation, right? What is law of segregation? During gamete formation, factor pair segregate. Factor pair segregate such that a gamete receives only one of the two factors. Gamete receives only one of the two factors, right? That is called law of segregation, right? നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. ഡ്യൂറിങ് ഗ്യാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് പെയർ ആയിട്ടിരിക്കുന്നവൻ സെപ്പറേറ്റ് ചെയ്ത് ഒരെണ്ണം മാത്രം ഗ്യാമീറ്റിലേക്ക് വരുന്നതാണ് മക്കളെ ലോ ഓഫ് സെഗ്രിഗേഷൻ, റൈറ്റ്? During gamete formation, factor pair segregate such that a gamete receives only one of the two factors is called law of segregation. That is universally accepted law. Very important. How many laws proposed by Mendel? Mendel based on monohybrid cross? Two laws. Law of dominance, law of segregation. Actually, how many laws proposed by Mendel? Three laws. Law of dominance, law of segregation, and law of independent assortment. Law of independent assortment based on dihybrid cross. When two pairs of traits are combined in a hybrid, segregation of one pair of character is independent of other pair of character is law of independent assortment. See, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ പഠിക്കണം, വളരെ മിടുക്കരായിട്ട് പഠിക്കണം. Okay? That's about the answer for this question, right? Observe the figure given below showing Mendel's experiment using P-plan. Identify the cross which law proposed by Mendel based on this observation. And marking porum. Okay? And what about next? Observe the following cross between heterozygous dominant progeny and homozygous recessive parent. Answer the following questions. See, heterozygous ആയിട്ടുള്ള
ഡോമിനൻ്റ് പ്രോജനി, ഹെട്രോസൈഗസ് ഡോമിനൻ്റ് പ്രോജനി, ഹോമോസൈഗസ് റിസസീവ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെയാണ്? ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഗ്യാമിറ്റ് വന്നു, ഇവിടെ സ്മോൾ ടി. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള ടോൾ ഒരു കുഞ്ഞ്, സ്മോൾ ടി ഉള്ള ഡ്വാർഫ് ഒരു കുഞ്ഞ്. ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരാളുമായിട്ട് റിസസീവ് ആയിട്ടുള്ള ആൾ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ റിസസീവുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കും ടെസ്റ്റ് ക്രോസ്. എന്ത് വിളിക്കും? ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസ്. വാട്ട് ഈസ് ടെസ്റ്റ് ക്രോസ്? ക്രോസിംഗ് progeny with recessive parent. Crossing progeny with recessive parent is called test cross. What do you mean by test cross, makkale? Crossing progeny with recessive parent. Crossing progeny with recessive parent. Crossing progeny with recessive parent is called test cross. Okay. Crossing progeny, capital T small t cross with small t, right? If after test cross capital T small t into small t, കിട്ടിയ കുഞ്ഞുങ്ങളിൽ capital T small t ഉണ്ട്, right? Tall is the representative of dominant, right? After test cross, dominant small t is a dwarf is representative of recessive, right? അപ്പോൾ ഡോമിനന്റും റിസസീവും കിട്ടിയിട്ടുണ്ട് ആഫ്റ്റർ ടെസ്റ്റ് ക്രോസ്. ഇഫ് ഒബ്റ്റെയിൻ ഡോമിനന്റ് ആൻഡ് റിസസീവ് ആഫ്റ്റർ ടെസ്റ്റ് ക്രോസ്, ഡോമിനന്റ് റിസസീവും കിട്ടി ആഫ്റ്റർ ടെസ്റ്റ് ക്രോസ് എങ്കിൽ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് അൺനോൺ. ദിസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞൊരു ടോൾ ആണ്, ബട്ട് എന്തുമായിരിക്കും? അത് ഹെട്രോസൈഗസ് ആയിരിക്കും. ഇഫ് ആഫ്റ്റർ ടെസ്റ്റ് ക്രോസ്, if obtained progeny consists both dominant and recessive, tall and dwarf ആണെങ്കിൽ unknown genotype heterozygous ആയിരിക്കും. unknown genotype എന്നതായിരിക്കും? heterozygous. ഇതിൻ്റെ ഇത് നമുക്കറിയാം, ഡ്വാർഫ് എപ്പോഴും സ്മോൾ ടി ആ. ഇത് അറിയത്തില്ല എന്ന് വെച്ചോ, ടോളാന്നേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ ടോളിനെ ഡ്വാർഫുമായിട്ട് ക്രോസ് ചെയ്തു കഴിഞ്ഞു, കിട്ടിയ കുഞ്ഞുങ്ങളിൽ ടോളും ഡ്വാർഫും കിട്ടുവാണെങ്കിൽ നമ്മൾ പറയും unknown genotype is heterozygous. unknown genotype എന്നതാടാ? heterozygous ആണെന്ന് പറയും. ഇനി ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ആണെന്ന് നമുക്കറിയത്തില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്മോൾ ടി എന്ന റിസസീവ് പാരന്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് നടത്തി. അപ്പോൾ ഇവിടെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി. അപ്പോൾ രണ്ടുകൂടെ ക്രോസ് ചെയ്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ടോള് കിട്ടി. അപ്പോൾ ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ ടോൾ എന്ന് പറഞ്ഞാൽ ഡോമിനന്റ്, റൈറ്റ്? ഡോമിനന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അൺനോൺ ജീനോടൈപ്പ് എന്നതായിരിക്കും? ഹോമോസൈഗസ് ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടെസ്റ്റ് ക്രോസ്? ഫൈൻഡ് ഔട്ട് ഈ ടോളിൻ്റെ, അതായത് നമുക്കറിയത്തില്ല ഈ ടോൾ എന്ന് പറയുന്ന പേരൻ്റ് അല്ലെങ്കിൽ ആ കുഞ്ഞ്, ഇപ്പോൾ ഒരു കുഞ്ഞാന്ന് വിചാരിച്ചു, ഒരു കുഞ്ഞ് ടോൾ പ്ലാന്റ് ഉണ്ടായി. ആ ടോൾ പ്ലാന്റിനെ ജീനോടൈപ്പ് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്ത് നോക്കണം. റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞുങ്ങളിൽ ഡോമിനൻറ്റും റിസസീവും ഉണ്ടെങ്കിൽ അൺനോൺ ജീനോടൈപ്പ്, നമുക്ക് അറിയാൻ മേലാത്ത ഇതിൻ്റെ ജീനോടൈപ്പ് എന്നതായിരിക്കും? ഹെട്രോസൈഗസ് ആയിരിക്കും. ഇനി നമ്മൾ ഇത് ഒരു ടോൾ പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ ജീനോടൈപ്പ് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ റിസസീവ് പേരൻറ്റ് സ്മോൾ ടി ഡ്വാർഫുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങളിൽ ഡോമിനൻ്റ് ടോള് മാത്രമേ കിട്ടുകയുള്ളെങ്കിൽ അൺനോൺ ജീനോടൈപ്പ് നമ്മൾ പറയും എന്തുവാന്ന് പറയും? ഹോമോസൈഗസ് ആണെന്ന് പറയും. അപ്പോൾ see, what's the purpose of test cross? To find out test cross, what's the purpose of test cross മക്കളെ? To find out unknown genotype. Test cross used to find out unknown genotype of the progeny. To find out unknown genotype of the progeny. Unknown genotype of the progeny. Unknown genotype of the progeny കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ടെസ്റ്റ് ക്രോസ്. What's the purpose of test cross? Not to find out unknown genotype of the progeny. What's the purpose of test cross? To find out unknown genotype of the progeny. That's the purpose of test cross. മനസ്സിലായോ? ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങളിൽ ടോളും ഡ്വാർഫും ഉണ്ട്, ഡോമിനൻ്റ് റിസസീവും ഉണ്ടെങ്കിൽ അൺനോൺ ജീനോടൈപ്പ് ഹെട്രോസൈഗസ് ആണെന്ന് പഠിക്കണം. ഇനി വേറെ എക്സാമ്പിൾ വരാം. വയലറ്റും വൈറ്റും കിട്ടി ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ, വയലറ്റ് ഡോമിനൻ്റ്, വൈറ്റ് റിസസീവ്. അപ്പോൾ അൺനോൺ ജീനോടൈപ്പ് ഹെട്രോസൈഗസ്. ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങളിൽ യെല്ലോ സീഡും ഗ്രീൻ സീഡും ഉണ്ട്, ദാറ്റ് മീൻസ് ഡോമിനൻറ്റും റിസസീവും ഉണ്ട്, അൺനോൺ ജീനോടൈപ്പ് ഹെട്രോസൈഗസ്. അങ്ങനെ അൺനോൺ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് നടത്തുന്നത്. മക്കളെ മനസ്സിലായോ? ഇനി ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങൾ ഉള്ളി റൗണ്ട് സീഡ് മാത്രമേ കിട്ടിയുള്ളൂ. റൗണ്ട് സീഡ് എന്ന് പറഞ്ഞാൽ സീഡിൻ്റെ ഡോമിനൻ്റാണ്. അപ്പം അതിൻ്റെ ജീനോടൈപ്പ് എന്നതായിരിക്കും? സീഡിൻ്റെ ഷേപ്പിനെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഹോമോസൈഗസ് ആയിരിക്കും, ക്യാപിറ്റൽ ആർ ആയിരിക്കും.
Are you okay? മക്കളെ, ദാറ്റ്സ് അബൌട്ട് ദ പോയിന്റ് റിലേറ്റഡ് ടു പർപ്പസ് ഓഫ് ടെസ്റ്റ് ക്രോസ്. അപ്പം നമ്മൾ ഇത് എന്നാന്ന് അറിഞ്ഞിരിക്കണം. ഈ ക്രോസ് കാണുമ്പോൾ ഇത് എന്നതാ, ടെസ്റ്റ് ക്രോസ് ആണോ, മോണോ ഹൈബ്രിഡിലെ ഏത് ക്രോസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശരിയായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ക്രോസ് എന്നാണ് ടു ഫൈൻഡ് ഔട്ട് അൺനോൺ ജീനോടൈപ്പ് ഓഫ് ദ പ്രോജനി. ആർ യു ഓക്കെ? ഓക്കെ ആണോടാ? ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. From a clinical laboratory, Ramu's blood group was identified as AB. വീണ്ടും ആ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഇങ്ങനെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. AB. അപ്പൊ രാമു നമ്മൾ നേരത്തെ പഠിച്ചു AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്നതാണ്? IA IB അല്ലേ? അല്ലേ? കോഡോമിനൻസ് അല്ലേ? അല്ലേ? ബട്ട് ഹിസ് ഫാദർ ഹാസ് A. ഫാദർ എന്നാ? ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആൻഡ് മദർ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് B. Is Ramu's blood group identification correct? Of course. A എന്ന് പറയുമ്പം IA അല്ലെ, IA സ്മോൾ ആയി വരാം, IB റൈറ്റ്. അപ്പോൾ എയും ബിയും വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB അല്ലേ വരുന്ന? കറക്റ്റ് അല്ലേ? യെസ്, AB വരുമല്ലോ, കറക്റ്റ് ആണല്ലോ. യെസ്, Ramu's blood group identification is correct because it is codominance. മദർ ബിയും ഫാദർ എയും ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ ചൈൽഡ് വിൽ ബി AB ആവുക. is codominance. Correct. Substantiate your answer using codominance principle. What is codominance? Makkale, what is codominance? If two alleles are equally dominant or expressed, നമ്മൾ നേരത്തെ പറഞ്ഞു IA IB right? If two alleles are equally dominant or expressed is called codominance. നമ്മൾ കണ്ടതാ. What is codominance? If two alleles are equally dominant or expressed. Example ആണ് IA IB വരുന്ന AB ബ്ലഡ് ഗ്രൂപ്പ്. എങ്ങനെയാണ് AB ബ്ലഡ് ഗ്രൂപ്പ് വന്നത്? IA and IB are equally dominant or expressed. Equally dominant or expressed is called codominance. IA and IB are equally dominant or expressed is called codominance. Example AB blood group, right? AB blood group example IA IB are equally dominant or expressed is called codominance, right? AB blood group. കിട്ടിയോ? കോഡോമിനൻസ് AB ബ്ലഡ് ഗ്രൂപ്പ്. ക്ലിയർ? ഓക്കെ ക്ലിയർ? പിന്നെ വേറെ എക്സാമ്പിൾ പറയാം കോഡോമിനൻസിന്. റോൺ ഫർ കളർ ഇൻ കാറ്റിൽ. ഓർക്കുന്നോ? റോൺ ഫർ കളർ ഇൻ കാറ്റിൽ is another example for codominance. Which are the non-Mendelian inheritance? ഏതൊക്കെയാണ് non-Mendelian inheritance? ഏതൊക്കെ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മളിപ്പോൾ കണ്ടു, കോഡോമിനൻസ്, then multiple alleles, pleiotropism, polygenic inheritance, right? Okay. And what about next question? Explain the phenomenon shown in the following figure and the reason for difference in the production of recombinant in cross A and cross B as explained by Morgan. TH മോർഗന്റെ എക്സ്പെരിമെന്റ്. TH മോർഗൻ, തോമസ് ഹണ്ട് മോർഗൻ ഡ്രോസോഫൈലയിലാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. He conducted two crosses നമുക്ക് പഠിക്കാനല്ലേ. ക്രോസ് നമ്പർ 1 ആണ് ഈ ആദ്യം കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ക്രോസ് നമ്പർ 2 ആണ്. ക്രോസ് 1 അദ്ദേഹം കൺസിഡർ ചെയ്ത സ്വഭാവം എന്തൊക്കെയാണ്? ബോഡി കളറും ഐ കളറും. ബോഡി കളർ ആൻഡ് ഐ കളർ. ബോഡി കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ബോഡി ആൻഡ് വൈറ്റ് ഐഡ് Drosophila cross with a brown body, red eyed. Yellow, these are located on X chromosome. This is X chromosome. അപ്പോൾ ഫീമെയിലിന് വരുമ്പോൾ 2X ആണ്. യെല്ലോ ബോഡി വൈറ്റ് ആയിട്ടുള്ള ഫീമെയിൽ, ബ്രൗൺ ബോഡി റെഡ് ആയിട്ടുള്ള മെയിൽ. ദാറ്റ് ഈസ് വൈൽഡ്. ഓക്കെ. അപ്പോൾ ഫീമെയിൽ 2X, മെയിലിൽ എക്സും വൈയും. വൈനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. വൈ ക്രോസ് ചെയ്യണം. അപ്പം യെല്ലോ ബോഡി എന്ന് പറയുമ്പോൾ വൈ 2Xലും വൈ വൈറ്റ് എന്ന് പറയുമ്പോൾ W 2 ക്രോമസോമിലും 2Xലും. ഇവിടെ ഒരു എക്സേ ഉള്ളൂ. അപ്പം ബ്രൗണിനെ നമ്മൾ Y+ എന്ന് എഴുതും, വൈൽഡ് റെഡിനെ നമ്മൾ W+ എന്ന് എഴുതും.
ഇങ്ങനെയാണ് ക്രോസ്. ദീസ് ആർ ദ ഫസ്റ്റ് ക്രോസ്. അങ്ങനെ ഫസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങളിൽ F1 കുഞ്ഞുങ്ങളിൽ എന്താ കിട്ടി? വൈൽഡ് ഫീമെയിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വൈൽഡ് അല്ലേ, വൈൽഡ് ഫീമെയിൽ കിട്ടി F1 കുഞ്ഞുങ്ങൾ. F1 കുഞ്ഞുങ്ങളിൽ വൈൽഡ് ഫീമെയിലും യെല്ലോ വൈറ്റ് മെയിലും കിട്ടി ഫസ്റ്റ് ക്രോസിൽ. ഫസ്റ്റ് ക്രോസിൽ F1 കുഞ്ഞുങ്ങൾ എന്നെ കിട്ടി? വൈൽഡ് ഫീമെയിലും യെല്ലോ വൈറ്റ് മെയിലും. തിരിച്ചു പറഞ്ഞാൽ മതി, വൈൽഡ് ഫീമെയിലും യെല്ലോ വൈറ്റ് മെയിലും. മക്കളെ, മോർഗൻ കണ്ടക്ട് ചെയ്തത് ഡ്രോസോഫൈലയിലാണ്. 2 ക്രോസ് നടത്തി, ക്രോസ് 1ഉം ക്രോസ് 2ഉം. ക്രോസ് 1ൽ യെല്ലോ ബോഡി ക്രോസ് വിത്ത് വൈറ്റ് ഐഡ്, ദാറ്റ് ഈസ് വൈൽഡ് ഫീമെയിൽ, അല്ല ദാറ്റ് ഈസ് യെല്ലോ വൈറ്റ് ഫീമെയിൽ ക്രോസ് വിത്ത് വൈൽഡ് മെയിൽ. അപ്പോൾ കിട്ടിയ F1 കുഞ്ഞുങ്ങൾ തിരിച്ചു പറയണം. വൈൽഡ്, എളുപ്പത്തിൽ പറഞ്ഞേ വൈൽഡ്, തിരിച്ചു പറഞ്ഞേ വൈൽഡ് ഫീമെയിൽ. ഇത് മെയിലല്ലേ, അപ്പോൾ വൈൽഡ് ഫീമെയിലും യെല്ലോ വൈറ്റ് മെയിലും ഉണ്ടായി. അതിനെ സെൽഫ് ചെയ്തു. F1 എന്ത് ചെയ്തു? സെൽഫിങ് ഓഫ് F1 എന്ന് പറഞ്ഞാൽ ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പം F2 കുഞ്ഞുങ്ങൾ എന്തോ കിട്ടിയെന്ന് അറിയാമോ? യെല്ലോ വൈറ്റ് ഫീമെയിൽ ആൻഡ് മെയിൽ, വൈൽഡ് ഫീമെയിൽ ആൻഡ് മെയിൽ, വൈൽഡ് യെല്ലോ ഫീമെയിൽ ആൻഡ് മെയിൽ, വൈൽഡ് വൈറ്റ് ഫീമെയിൽ ആൻഡ് മെയിൽ. വിച്ച് ആർ ദ പ്രോജനീസ് ഒബ്റ്റെയിൻഡ് ഇൻ F2? F2 കുഞ്ഞുങ്ങൾ ഏതൊക്കെ? യെല്ലോ വൈറ്റ്, വൈൽഡ് യെല്ലോ, വൈൽഡ് വൈറ്റ്. അതിനകത്ത് വൈൽഡ് യെല്ലോയിലെ വൈൽഡ് എന്നുള്ള നമ്മൾ സൈലന്റ് ചെയ്യുന്നു, വൈൽഡ് എന്നുള്ള സൈലന്റ് ചെയ്യുന്നു. യെല്ലോ എന്നും വൈറ്റ് എന്നും വെറുതെ പറയും. സി, അണ്ടർസ്റ്റുഡ് ആണ്. വൈൽഡ് യെല്ലോയും വൈൽഡ് വൈറ്റും ആണ്, പക്ഷെ നമ്മൾ പറയും വൈൽഡ് യെല്ലോ എന്നും വൈറ്റ് എന്നും പറയും. പക്ഷെ അത് F2 കുഞ്ഞുങ്ങൾ യെല്ലോ വൈറ്റ് വൈൽഡ്, അത് മെയിലും ഫീമെയിലും ഉണ്ട്. വൈൽഡ് യെല്ലോയും മെയിലും ഫീമെയിലും ഉണ്ട്, വൈൽഡ് വൈറ്റും മെയിലും ഫീമെയിലും ഉണ്ട്. മക്കളെ, അപ്പം നമ്മൾ ഈ വൈൽഡ് എന്ന് മാറ്റിയിട്ടൊന്ന് പറഞ്ഞേ, യെല്ലോ വൈറ്റ് വൈൽഡ് യെല്ലോ വൈറ്റ്. ദീസ് ആർ ദ പ്രോജനീസ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഇവിടെ അപ്പോൾ മോർഗൻ എന്തിനു വേണ്ടി ഈച്ചയും പിടിച്ചുകൊണ്ട് വന്നേ? ടു experimentally verify, experimental verification of chromosomal theory of inheritance. That is the purpose of Morgan. Experimental verification of chromosomal theory of inheritance ആയിരുന്നു മോർഗന്റെ പർപ്പസ്. പക്ഷേ വന്ന് അദ്ദേഹം അവസാനം F2 കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ സ്റ്റക്ക് ചെയ്തിട്ട് F2 കുഞ്ഞുങ്ങളിൽ യെല്ലോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പേരന്റിനുള്ള സ്വഭാവമായിരുന്നല്ലോ യെല്ലോ വൈറ്റ്. ഓക്കെ, വൈൽഡ് എന്നുള്ളതും പേരന്റിന്റെ സ്വഭാവമായിരുന്നല്ലോ. പുതിയൊരു കോംബോ അല്ലേ, പുതിയൊരു കോമ്പിനേഷൻ അല്ലേ യെല്ലോ വൈറ്റും വൈൽഡും. യെല്ലോ വൈറ്റും വൈൽഡും ഒന്ന് മിക്സ് ചെയ്തേ, വൈൽഡ് യെല്ലോ വൈൽഡ് വൈറ്റ് ഉണ്ട്. പുതിയ കോംബോ ഉണ്ടായിരിക്കുന്നു. പുതിയ കോംബോയെ നമ്മൾ എന്ത് വിളിക്കും? കോമ്പിനേഷൻ, റൈറ്റ്? എന്ത് വിളിക്കും? കോമ്പിനേഷൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം കോമ്പിനേഷന്റെ പുറകെ പോയി, റീകോമ്പിനേഷന്റെ പുറകെ പോയിട്ട് ഹി ഫൈൻഡ് ഔട്ട് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് യെല്ലോ വൈറ്റ്, നമ്പർ ഓഫ് റീകോമ്പിനൻസ് ബൈ ടോട്ടൽ കുഞ്ഞുങ്ങൾ ഇൻറ്റു 100, നമ്പർ ഓഫ് റീകോമ്പിനൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനീസ് ഇൻറ്റു 100 കണ്ടുപിടിച്ചടാ. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് യെല്ലോ വൈറ്റ് അദ്ദേഹം കണ്ടുപിടിച്ചു. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് യെല്ലോ വൈറ്റ് അദ്ദേഹം കണ്ടുപിടിച്ചു 1.3% എന്ന് കണ്ടുപിടിച്ചു. കേട്ടോ, ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് യെല്ലോ വൈറ്റ് 1.3%. ഇതിൻ്റെ റിസൾട്ടാണ് ഫസ്റ്റ് ക്രോസ്. അപ്പോൾ മോർഗൻ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ വന്നാൽ, പക്ഷേ ഇപ്പോൾ അദ്ദേഹം റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് യെല്ലോ വൈറ്റ് കണ്ടുപിടിച്ചു. എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഇത് കുഞ്ഞുങ്ങളുടെ നമ്പർ കാണത്തില്ല, ഇത് പാറ്റേൺ ഓഫ് ക്രോസ് ആണ്. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാവും. ആ നമ്പർ ഓഫ് കുഞ്ഞുങ്ങൾക്കകത്ത് എത്ര കുഞ്ഞുങ്ങൾ റീകോമ്പിനൻ്റ് ഉണ്ട് ഡിവൈഡ് ഇൻറ്റു 100 അത് ചെയ്തപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് യെല്ലോ വൈറ്റ് 1.3% അദ്ദേഹത്തിന് കിട്ടി. ഓക്കെ, ഡൺ. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ്? രണ്ടാമത്തെ ക്രോസ് 2-ൽ അദ്ദേഹം കൺസിഡർ ചെയ്തത് ഐ കളറും വിങ് സൈസുമാണ്. ഐ കളർ ആൻഡ് വിങ് സൈസ്. അതായത് ഐ കളർ എന്ന് പറഞ്ഞാൽ ഫീമെയിലിന് വൈറ്റ് ഐ മിനിയേച്ചർ വിങ്സ്. വൈറ്റ് ഐ മിനിയേച്ചർ വിങ്സിനെ മെയിലിൻ്റെ റെഡ് ഐ ലാർജ് വിങ്സുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ വൈറ്റ് ഐ മിനിയേച്ചർ വിങ്സിന് നമ്മൾ ഫീമെയിലിന് 2 ഇത് കൊടുത്തു, റൈറ്റ്? വൈറ്റ് മിനിയേച്ചർ. മെയിലിന് നമ്മൾ XY. അപ്പം നമ്മൾ W+ഉം M+ഉം കൊടുത്തു. ഓക്കെ, അപ്പം F1 കുഞ്ഞുങ്ങൾ തിരിച്ചു പറഞ്ഞേ. റെഡ് ഐ ലാർജ് വിങ്സ് എന്ന് പറഞ്ഞാൽ വൈൽഡ് മെയിൽ. ഇപ്പം എന്നതായി? വൈൽഡ് ഫീമെയിൽ ആവും. കുഞ്ഞുങ്ങൾ ആരാവും? വൈൽഡ് ഫീമെയിലും. ആൻഡ് പറയടാ, വൈറ്റ്, വെരി ഗുഡ്, വൈറ്റ് മിനിയേച്ചർ
വൈറ്റ് മിനിയേച്ചർ മെയിൽ, റൈറ്റ്? തിരിച്ച് F1 കുഞ്ഞ്. ഓക്കെ, ഇനി F1 എന്ത് ചെയ്താ? സെൽഫിങ് ഓഫ് F1. ഇതിനെ ഇതുകൊണ്ട് ക്രോസ് ചെയ്തു. F2 കുഞ്ഞുങ്ങൾ പറയാമോ? ക്യാൻ യു ട്രൈ? എന്തൊക്കെയായിരിക്കും F2 കുഞ്ഞുങ്ങൾ? മക്കളെ പറയാവിടെ. F2 കുഞ്ഞുങ്ങൾ എന്തൊക്കെയായിരിക്കും? വൈറ്റ് മിനിയേച്ചർ മെയിൽ ആൻഡ് ഫീമെയിൽ. Then wild male and female. Say next one. Can you guess? Yes, very good. Wild white. Then wild miniature. White miniature, wild white, wild miniature. Right? Okay. അപ്പോൾ which are the പുതിയ കോംബോ? വൈറ്റ് മിനിയേച്ചർ ഓൾറെഡി ഉണ്ടായിരുന്നു, വൈൽഡും പേരൻ്റലായിരുന്നു. പുതിയ കോമ്പിനേഷൻ ഏതാടാ? വൈൽഡ് വൈറ്റും വൈൽഡ് മിനിയേച്ചർ ആർ ദ ന്യൂ കോമ്പിനേഷൻ, റീകോമ്പിനൻസ്, റൈറ്റ്? അപ്പം മോർഗൻ എന്തായാലും ഉറപ്പായിട്ട് ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ടാവും? റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയുടെ പുറകെ പോയിട്ടുണ്ട്, റൈറ്റ്? ഹി ഓൾസോ ഫൈൻഡ് ഔട്ട് ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് W and M, right? Recombination frequency of W and M he find out, right? That is total number of കുഞ്ഞുങ്ങൾക്കകത്ത് എത്ര റീകോമ്പിനൻസ് ഉണ്ട് ബൈ ചെയ്തു ഇൻറ്റു 100 ചെയ്തപ്പോൾ he got 37.2% is the recombination frequency of W and M. What is the recombination frequency of W and M? 37.2% അദ്ദേഹത്തിന് കിട്ടിയടാ. ഓക്കെ, 37.2 is the recombination frequency. See, യെല്ലോ വൈറ്റിന് എത്രയാ? 1.3. ഇവിടെ എത്രയാ? 37.2, റൈറ്റ്? See, ഒരു ക്രോമസോം എക്സ് ക്രോമസോമിൽ ഇരിക്കുന്ന വൈയും ഡബ്ല്യു തമ്മിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 1.3, ഡബ്ല്യു എമ്മും തമ്മിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 37.2. എന്തുകൊണ്ട് ഇത്ര വ്യത്യാസം? ഒരേ ക്രോമസോമിൽ ഇരിക്കുന്ന ജീനുകൾ തമ്മിൽ ഇത്രയേറെ ഡിഫറെന്റ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്തുകൊണ്ട് എന്ന് മോർഗൻ ചിന്തിച്ചതിൽ തെറ്റുണ്ടോ? മോർഗൻ ചിന്തിച്ചതിൽ തെറ്റില്ല, റൈറ്റ്? വൈ ഡബ്ല്യു തമ്മിൽ 1.3, ഡബ്ല്യു എം തമ്മിൽ 37.2 എന്ന് മോർഗൻ ചിന്തിച്ചതിൽ തെറ്റില്ല, റൈറ്റ്? And why? What's the reason? Answer simply, മക്കളെ, മോർഗൻ കണ്ടുപിടിച്ചു linkage. What's the reason? Linkage is the reason for ഇങ്ങനെ linkage ഉള്ളത് കൊണ്ടാണ്. What is linkage? Simply physical association between genes. ജീനുകൾ തമ്മിലുള്ള അസോസിയേഷൻ. YW തമ്മിൽ 1.3% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി, WM തമ്മിൽ 37.2 റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ആയത് ലിങ്കേജ് ഉള്ളത് കൊണ്ട്, അവർ തമ്മിൽ ലിങ്കേജ് ഉള്ളത് കൊണ്ടാ. ലിങ്കേജ് കൂടുന്നത് എന്തുകൊണ്ട്? ഡിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ, രണ്ട് ജീനുകൾ തമ്മിലുള്ള അകലം, രണ്ട് ആൾക്കാർ തമ്മിലുള്ള അകലം കുറയുമ്പോൾ അടുപ്പം കൂടും, റൈറ്റ്? ഡിസ്റ്റൻസ് ജീൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലിങ്കേജ്. ലിങ്കേജ് സിംപ്ലി അടുപ്പം. അകലം കുറയുമ്പം അടുപ്പം കൂടും, റൈറ്റ്? അടുപ്പം കൂടിയാലോ മറ്റ് കമ്പനി കുറയ്ക്കും, റൈറ്റ്? അടുപ്പം കൂടിക്കഴിഞ്ഞാൽ മറ്റ് കമ്പനി കുറയ്ക്കും, റീകോമ്പിനേഷൻ കുറയ്ക്കും. ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റീകോമ്പിനേഷൻ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ റീകോമ്പിനേഷൻ തന്നെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ. അങ്ങനെയാണെങ്കിൽ റീകോമ്പിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ, റൈറ്റ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ. അങ്ങനെയാണെങ്കിൽ what will be the distance between Y and W? 1.3 map unit or centimorgan. What's the distance between W and M? 37.2 map unit or centimorgan, right? That's the answer. വലിയൊരു ട്വിസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ജെനറ്റിക്സ് ആയിരുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റാണ് മക്കളെ ഈ ഒരു കോൺട്രിബ്യൂഷൻ ഓഫ് മോർഗൻ. Distance between gene is inversely proportional to linkage. Linkage is inversely proportional to recombination. Recombination തന്നെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ എന്ന് കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, മോർഗന്റെ വർക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഹു മാപ്പ് ദ ക്രോമസോം ഫസ്റ്റ്ലി? അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റുഡ്വെന്റ് മാപ്പ് recombination frequency between gene pair on same chromosome as a measure of distance between them and map their position on chromosome by his student Alfred Stuyvesant, right? Use recombination frequency between gene pair on same chromosome as a measure of distance between gene and map their position on chromosome by Alfred Stuyvesant. Okay, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്, ബ്യൂട്ടിഫുൾ ഏരിയ, റൈറ്റ്? അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻ ആയിട്ട് വരുമ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻസർ ചെയ്ത് സ്മാർട്ടായിട്ട് ഫുൾ അടിക്കണം. യു ഷുഡ് സ്കോർ ഫുൾ ഫോർ യുവർ ബയോളജി ആൻഡ് ഓൾസോ യു ഷുഡ് ക്രാക്ക് നീറ്റ്, റൈറ്റ്? ഓക്കെ മക്കളെ, ദാറ്റ്സ് എ പോയിന്റ്. TH മോർഗൻ
ഓക്കെ, TH മോർഗന്റെ ആ ക്രോസ് പറഞ്ഞ എല്ലാവരും ഓക്കെ അല്ലേ? Okay, that's the point of a question. എന്തായിരുന്നു? Explain the phenomenon shown in the following figure and the reason for difference in the production of recombination cross A and cross B. എന്തുകൊണ്ടായിരുന്നു ക്രോസ് എയിൽ 1.3ഉം ക്രോസ് ബിയിൽ 37.2ഉം ആയത്? Because of simply linkage. What is linkage? Physical association between gene. Linkage കൂടുമ്പോൾ recombination കുറയും. Recombination കുറയുമ്പോൾ distance. Recombination is directly proportional to distance. Okay, that's the point. Okay, and what about next question? See, അതേ കാര്യം തന്നെ വേറൊരു ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ്. Diagram and representation of chromosome map of Drosophila is given below. Y yellow, W white, M miniature. Which genes more linked? More linked ആരാ? Y and W, right? അപ്പോൾ ആ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റും. Y and W are tightly linked, therefore recombination frequency is only 1.3, right? Recombination frequency, and the distance is 1.3 map unit or centimorgan. Keto. Who mapped the chromosome firstly? By Alfred Sturtevant. Alfred Sturtevant mapped the chromosome firstly, right? And tightly linked genes show low recombination. Why? Because of answer endha makkale? Answer linkage. Answer linkage. ലിങ്കേജ് കൂടുമ്പോൾ റീകോമ്പിനേഷൻ കുറയും. ലിങ്കേജ് കൂടി ടൈറ്റ് ലിങ്കേജ് വരുമ്പോൾ റീകോമ്പിനേഷൻ കുറയുന്നത് കൊണ്ടാണ്, റൈറ്റ്? ദാറ്റ്സ് ആൻസർ. ടൈറ്റ് എന്താണ് ലിങ്കേജ് വരുമ്പോൾ റീകോമ്പിനേഷൻ കുറയുന്നത് കൊണ്ടാണ് മക്കളെ. ദിസ് ഈസ് ദ റീസൺ, റൈറ്റ്? സി, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Can you suggest, can you tell what's the distance between Y and M? Can you say? WM എന്ന് വരെ WM. What is the distance between? പറയാമോ? Can you guess? Y and M ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 1.3 plus 37.2. Okay? That's about that question. മക്കളെ clear? Okay. And what about next? Question number 9. Work of Mendel is given below. Work of Mendel തന്നിരിക്കുന്നു. From the above given example for genotype and phenotype. Genotype and genotype. എന്താ ഈ സാധനം? Then ക്രോസാ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ വൈ. എന്തുവാടാ ഇത്? ഇറ്റ്സ് ഡൈ ഹൈബ്രിഡ് ക്രോസ് അല്ലേ മക്കളെ? ഇറ്റ് ഈസ് ഡൈ ഹൈബ്രിഡ് ക്രോസ് അല്ലേ? എന്ത് ബ്യൂട്ടിഫുൾ ക്രോസ് ആണ് മെൻഡലിലെ സെക്കൻഡ് ക്രോസ്. ഹി കൺസിഡേർഡ് സീഡ് ഷേപ്പ് ആൻഡ് സീഡ് കളർ, റൈറ്റ്? ഹി കൺസിഡേർഡ് സീഡ് ഷേപ്പ് ആൻഡ് സീഡ് കളർ, റൈറ്റ്? Two characters considered, therefore it is called dihybrid cross. Consider two characters. Which are the two characters? Seed shape and seed color. Round yellow cross with wrinkled green. He obtained F1. Round yellow, right? F1 എന്ത് ചെയ്തടാ? Selfing of F1, right? F2 എന്തൊക്കെ കിട്ടി? Round yellow, right? Round yellow. Round green. Wrinkled yellow. Wrinkled green. What is round yellow എത്തണം? 9. Round green എത്തണം 3. Wrinkled yellow എത്തണം 3. Wrinkled green എത്തണം 1. 9:3:3:1. പുന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ച് കാണിക്കാൻ. എന്തൊക്കെ ഗ്യാമീറ്റ്സ് കിട്ടുന്നുണ്ട് ഇവിടെ? എന്തൊക്കെ ഗ്യാമീറ്റ്സ് കിട്ടുന്നുണ്ട്? സെൽഫി ചെയ്യുമ്പോൾ ഗ്യാമീറ്റ്സ് ഏതൊക്കെയാണ്? From the above, given an example for genotype and phenotype. Genotype, phenotype ratios 9:3:3:1 and genotype ratio is, what is the genotype ratio makkale? What is genotype ratio makkale? Parneda 1:2:1:4:2:1:1 is the genotype ratio. What's the genotype ratio? 1:2:1:4:2:1:1 very 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 important and easy, right? How many genotypes? Genotypes കിട്ടുന്നത് 9, right? Phenotypes 1, 2, 3, 4 phenotypes. 4 phenotypes and 9 genotypes. Right? Complete the work using the Punnett square and find out the phenotype ratio. Phenotype ratio is 9:3:1. Genotype ratio is 1:2:1:2:4:2:1:2:1, right?
ഹിയർ നമുക്കറിയാം വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഈസ് ദ F1. അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ് അതൊക്കെയാ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, റൈറ്റ്? രണ്ട് വശത്തും നമ്മളത് കൊടുത്ത് പുന്നറ്റ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യും, റൈറ്റ്? Okay, Punnett square. You know the Punnett square, right? What's a Punnett square? Capital R, capital R, capital Y, capital Y, capital R, capital R, capital Y, small y, capital R, small r, capital Y, capital Y, capital R, small r, capital Y, small y. അടുത്തത് capital R, capital R, capital Y, small y, capital R, capital R, small y, small y, capital R, small r, capital Y, small y, capital R, small r, small y, small y. Next, capital R, small r, capital Y, capital Y, capital R, small r, capital Y, small y, small r, capital Y, capital Y, small r, capital Y, small y, capital R, small r, capital Y, small y, capital R, small r, small y, small y, small r, capital Y, small y, small r, small y, right? That's square. അതിനകത്ത് നമ്മൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ 1:2:1 1:1. then ഇത് ഇവിടെ നോക്കുക സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ 1 then 2 1 1 2 1 2 ഏതാ 2 this one capital R small r capital Y 2 and this one capital R small r capital Y 4 then capital R small r small y 2 1 2 1 2 4 2 1 2 1, right? 1:2:1:2:4:2:1:1 is a genotypic ratio മക്കളെ. That's a Punnett square. By F2 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതി. Complete the work using Punnett square and find out the phenotype ratio in the F2 generation. Okay? And what about next? മക്കളെ? Based on dihybrid clause, Mendel proposed third law of independent assortment. അപ്പോൾ മെന്റലിന്റെ കാര്യം പറഞ്ഞു. മെന്റലിന്റെ പൈറജഡിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് ഡീൽ ചെയ്തു, ഡൈഹൈബ്രിഡ് ക്രോസ് ഡീൽ ചെയ്തു, ടെസ്റ്റ് ക്രോസ് പറഞ്ഞു, ദെൻ മോണോഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ടുള്ള ലോസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ മെന്റൽ തന്റെ വർക്ക് പബ്ലിഷ് ചെയ്തെന്ന 1865 അല്ലേ? But his work was not recognized because mathematics പ്രശ്നം, communication പ്രശ്നം, physical proof ഇല്ലായിരുന്നു, and also അദ്ദേഹം പറഞ്ഞ concept was not accepted. അദ്ദേഹത്തിന്റെ നോൺ മെന്റലി ഇൻഹെറിറ്റൻസ് ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ്, പ്ലിയോട്രോപ്പിസം, പോളിജെനിക് ഇൻഹെറിറ്റൻസ്. മെനൽസിന്റെ വർക്ക് റീഡിസ്കവർ ചെയ്ത് 1900 ബൈ ഹ്യൂഗോ ഡേവറേസ്, കാൾ കോറിൻസ് ആൻഡ് വോൺ ടെഷ്മാർക്ക്. 1902 Chromosomal theory of inheritance by Walter Sutton and Theodore Boveri. ക്രോമസോം പെയറാണ്, ജീൻ പെയറാണ്, സെഗ്രിഗേറ്റ് ചെയ്യും, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടത്തും. ബിഹേവിയർ ഓഫ് ക്രോമസോം ഈസ് പാരലൽ ടു ദ ബിഹേവിയർ ഓഫ് ജീൻ. ആൻഡ് ഇൻ 1910 നമ്മുടെ തോമസ് ഹെൻമോർഗൻ ഡ്രോസോഫൈല മെൽനോഗാസ്ട്രലിൽ എക്സ്പെരിമെന്റ് നടത്തിയത്. അദ്ദേഹം പ്രപ്പോസ് ലിങ്കേജ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ, റൈറ്റ്? അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മക്കളെ, ഇൻ പീ പ്ലാന്റ് ദ ജീൻ ഫോർ യെല്ലോ സീഡ് കളർ ഈസ് ഡോമിനന്റ് ഓവർ ഗ്രീൻ and round seed shape is dominant over wrinkled, right? The 4 types of gametes formed in heterozygous pea plant with the yellow and round seed. Which are the 4 types of gametes formed? എങ്ങനെയാണ് എടുക്കുന്നത് എല്ലാവർക്കും അറിയാവോ? എങ്ങനെയാണ് എടുക്കുന്നത് 4 types of gametes? എങ്ങനെയാണ് എടുക്കുന്നത് 4 types of gametes? ക്യാപിറ്റൽ ആർ ഇവിടെ എടുക്കണം, അത് കഴിഞ്ഞിട്ട് ഈ ക്യാപിറ്റൽ വൈ എടുക്കണം. പഠിച്ചോ? ഓക്കെ. ദെൻ ക്യാപിറ്റൽ ആർ തന്നെ എടുക്കണം, വീണ്ടും സ്മോൾ വൈ എടുക്കണം. അപ്പോൾ ക്യാപിറ്റൽ ആറിനെ നമ്മൾ കഴിഞ്ഞു. ഇനി വേറെ അടുത്തെടുക്കും സ്മോൾ ആർ, പിന്നെ ഏതെടുക്കും? ക്യാപിറ്റൽ വൈ. വീണ്ടും എന്നാ എടുക്കും? സ്മോൾ ആർ. വീണ്ടും എന്നാ എടുക്കും? സ്മോൾ വൈ. കിട്ടിയോ? ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് വൺ മോർ? ഒരെണ്ണം കൂടെ തരാവേ. ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ ക്യൂ, സ്മോൾ ക്യൂ. ഒന്നെടുത്തേ. അങ്ങനെ എടുക്കും. പി, ഒരു പി മാത്രമേ ഇവിടെ ഉള്ളൂ, അപ്പം പിയുടെ ഒരെണ്ണേ ഉള്ളൂ. പി, ക്യാപിറ്റൽ ക്യൂ. പിന്നെയും പി മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ പി, സ്മോൾ ക്യൂ. These are the gametes. കിട്ടിയോ? ഇനി ഒരെണ്ണം കൂടെ തരാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ എസ്, സ്മോൾ എസ്.
എൻ്റെ ഗ്യാമീറ്റ് ഒന്നെടുത്തേ. ടി, ക്യാപിറ്റൽ ടിയുടെ ഇതേ ഉള്ളൂ. പിന്നെ ക്യാപിറ്റൽ ആർ, പിന്നെ എസിൻ്റെ എടുക്കണം, ക്യാപിറ്റൽ എസ്. വീണ്ടും ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ എസ്. വീണ്ടും ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, ക്യാപിറ്റൽ എസ്. വീണ്ടും ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ എസ്. ഉണ്ടോ? 4 ടൈപ്സ്. ഇങ്ങനെ ഗ്യാമീറ്റ്സ് അതേ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പം മിടുക്കരായിട്ട്, ഏറ്റവും മിടുക്കരായിട്ട് നമ്മളിപ്പോൾ ഇന്ന് ലിങ്കേജ് വരെയാണ് ഡീൽ ചെയ്തത്, മോർഗൻ്റെ എക്സ്പെരിമെൻറ്റ് വരെയാണ് ഡീൽ ചെയ്തത്. റിമൈനിങ് പോർഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യും. ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുക, നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ സമയം ഏറ്റവും മിടുക്കരായി പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടത്തോടെ പഠിച്ചാൽ, അല്ലേ, ഏറ്റവും പാഷനേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള റിസൾട്ട് വരും. അതിനുവേണ്ടി എല്ലാവിധ സപ്പോർട്ടും മക്കളെ അറിയോക്കെ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തത് എല്ലാം ഓക്കെ ആണോ? മെൻ്റൽ, നോൺ മെൻ്റേലിയൻ, പിന്നെ നമ്മൾ ക്രോമസോമൽ, അതേപോലെ തന്നെ മെൻ്റലിൻ്റെ വർക്ക് റീഡിസ്കവേർഡ് ആൻഡ് മോർഗൻ്റെ എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഡീൽ ചെയ്തത്. നിങ്ങളെല്ലാവരും ഓക്കെ ആണോ? അപ്പോൾ ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.